ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ കാഴ്ചകളാണ്. ചെറിയ ചെറിയ രീതിയിലുള്ള കാഴ്ചകൾ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കുള്ള കുറച്ച് യാത്ര കുറഞ്ഞു പള്ളിയിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വരും വഴിയെ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ രാവിലെ എന്തരടി ആഹാരം? ഉപ്പാവും മീനുവിന് എന്തൊരു അമ്മേരെ സ്പെഷ്യലാണ്. സ്പെഷ്യൽ ഉപ്പാവും. അതാണ് മീനിനാണെങ്കിൽ ഇടിയപ്പം ഇഡലിയും ചിക്കനും. അതുപോലെ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, ലോഡ് കണക്കിന്. അപ്പോൾ ഇതിൻ്റെ തിരിച്ച് വണ്ടിക്കകത്ത് കൊണ്ട് പോകണം. അതെ, വീട്ടിലോട്ട് പോകാൻ വേണ്ടി എല്ലാം ലോഡ് ചെയ്യാൻ പോവുകയാണ് വണ്ടിയിലോട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രമാദമായിരുന്നത് ഗ്രീക്ക് ഫിലോസഫി അനുസരിച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫിലോസഫറിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഒത്തിരിയേറെ ഗ്രീക്ക് തത്വചിന്ത വളരെ പ്രബലമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പോലെ എപ്പിക്യൂറിയനിസം എന്ന് പറഞ്ഞാൽ നാം വെറും ജഡീകർ മാത്രമല്ല, ബോഡി ആൻഡ് സോൾ, നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. നമുക്ക് നിത്യമായ ആനന്ദം നൽകുന്നത് എന്താണ്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുകയും സമാധാനം, സന്തോഷം, നന്മ, കരുണ, വിശ്വസ്തത, ആത്മസംയമനം, ഇങ്ങനെയേറെ അനേകം കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ് അല്ലേ? നിങ്ങൾ ബൈബിൾ വായിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുകയും, ശരീരം നിങ്ങളെ പലതും ആഗ്രഹിക്കും, പലതും നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പലതും പറയും. പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ, സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. പിന്നീട് എന്താണ് നമുക്ക് സന്തോഷം, സമാധാനം തരുന്നത്? ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുകയും. തിരിച്ചിറങ്ങാൻ സമയത്ത് കണ്ടതാണ് കേട്ടോ, നമ്മുടെ പള്ളിയുടെ ഷീറ്റിൻ്റെ മണ്ടയിൽ നോക്കിയപ്പോൾ ഒരു പൂച്ച. എവിടെ കയറി? അപ്പോഴും നമ്മളങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ എവിടെയാണ് ഭാവിച്ച് പോണത്? ആര്യനാട്. നമ്മൾ പോയിട്ടുള്ളതാണ്, എന്നാലും ആര്യനാട് ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ചു. ആര്യനാട് അങ്ങനെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ നിന്ന് ആര്യനാടിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്നുള്ള രീതിയിൽ ആര്യനാട് കാണിച്ച് തന്നെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോഴങ്ങനെ ആര്യനാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആര്യനാട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂപ്പിനും മുള്ളുവേങ്ങാമൂടിനും ഇടയ്ക്കായിട്ട് ഒരിടത്ത് ഇന്നലെ മരം പുഴുകി വീണതാണ് കേട്ടോ, മറിഞ്ഞു വീണതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട്, അതും നിറഞ്ഞ് ഒരു സൈഡിലൊരു കിണർ, അതും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ, ഒരു ഗവൺമെൻറ് ഒരു PS കുളപ്പട, നല്ല ഗേറ്റും കാര്യങ്ങളും. അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ആൻ്റണീസ് തിരുനാൾ ദേവാലയത്തിൻ്റെ ഇവിടെ കുളപ്പടയുള്ള ദേവാലയത്തിൻ്റെ ഇത് നടക്കുകയാണ് കേട്ടോ. എന്താണ് തിരുനാൾ, ഇടവക തിരുനാൾ നടക്കണേ. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പള്ളിയുടെ കുരിശടിയും അത് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി, പള്ളി എന്ന് പറഞ്ഞാൽ വേറെ വ്യൂ ആണ്, നമ്മളെ ടോപ്പിലാണ് പള്ളി. അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു പമ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഗാർഡൻ, പാർവതി ഗാർഡൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊരു വീഡിയോ എടുത്തതാണേ. അപ്പം നമ്മുടെ ആര്യനാടിലോട്ടുള്ള ബോർഡ് കണ്ടിട്ടുണ്ട്. അടുത്ത ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആര്യനാടാണേ. അപ്പോഴേ ഞങ്ങൾ ആര്യനാട് എത്തിയിട്ടുണ്ട്. KSRTC സ്റ്റാൻഡ് മുമ്പ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മളിവിടുത്തെ കാഴ്ചകളും ആര്യനാടിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സഹ്യപർവ്വതത്തിലെ അഗസ്ത്യകൂടത്തിലെ കുന്നടി വാരത്ത് കിടക്കുന്ന കേരളത്തിലെ ഒരു പ്രദേശമാണിത് കേട്ടോ. സഹ്യപർവ്വതത്തിലെ അഗസ്ത്യ മലനിരകളുടെ പടിഞ്ഞാറൻ മലനിരകളിലുള്ള കരമന നദിയുടെ വശത്തായാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ ആര്യനാട് എന്ന് പറയുന്ന ഗ്രാമം. ആര്യനാട് പഞ്ചായത്ത് ഉഴമലൈക്കൽ, വെള്ളനാട്, പൂവച്ചൽ, കുറ്റിച്ചൽ, വിതുര, തൊളിക്കോട് പഞ്ചായത്തുകൾ
തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ല എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. നെടുമങ്ങാട് താലൂക്കിലും അരുവിക്കര ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമാണ് നമ്മുടെ ആര്യനാടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയമണ്ട് കാറ്റഗറിയിൽ ഉൾക്കൊള്ളുന്ന അമൃതം ഹോളിഡേയ്സ് ഹോം സ്റ്റേ ഈ പഞ്ചായത്തിലാണുള്ളത് കേട്ടോ. പഴയ കാലഘട്ടത്തിലെ ഉദ്ധരണികളിൽ ആര്യന്മാരുടെ നാട് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് കേട്ടോ നമ്മുടെ ആര്യനാട്. ആര്യനാട് ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും 25 കിലോമീറ്ററും വിതുരയിൽ നിന്നും 13 കിലോമീറ്ററും നെടുമങ്ങാട് നിന്നും 10 കിലോമീറ്ററും കാട്ടാക്കടയിൽ നിന്നും 10 കിലോമീറ്ററും വടക്കോട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ആര്യനാട്. തെക്ക് സഹ്യപർവ്വതത്തിലെ കരമനയാറിൽ നിന്നും ഒരു നദി ഉദ്ഭവിച്ച് ആര്യനാട് വഴി ഒഴുകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണിത്. നെടുമങ്ങാട് ഷൊർണൂർക്കോട് തമിഴ്നാട് സംസ്ഥാന ഹൈവേ റോഡ് ഈ പ്രദേശത്തു കൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. 2001 സെൻസസ് പ്രകാരം ആര്യനാട് 27,398 ജനസംഖ്യയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 13,037 പുരുഷന്മാരും 14,361 സ്ത്രീകളുമാണ്. കേരളത്തിലെ ഒരു മാതൃകാ ഗ്രാമമാണ് നമ്മുടെ ആര്യനാട്. ഇതൊരു കാർഷിക പഞ്ചായത്താണ് കേട്ടോ. തേങ്ങ, റബ്ബർ, വാഴ, പച്ചക്കറി എന്നിവ പ്രധാന കൃഷി ഇനങ്ങളാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മുടെ ആര്യനാട് നിയമസഭാ മണ്ഡലം. അരുവിക്കര നിയോജക മണ്ഡലത്തിലാണ് നമ്മുടെ ആര്യനാട്. പ്രധാന രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നത് CPM, കോൺഗ്രസ്, CPI, BJP, RSP, CMP, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, മുസ്ലിം ലീഗ് എന്നിവയൊക്കെയാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ നമ്മുടെ ഉഴമരക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള മാലിന്യമുക്ത പഞ്ചായത്ത്. വഴിയിടം ടേക്ക് എ ബ്രേക്ക്, വിശ്രമവും ഭക്ഷണവും. നമ്മളൊരു ടേക്ക് എ ബ്രേക്ക് അങ്ങ് ഉണ്ടാക്കിയതാ. അവിടെ നമ്മൾ ഇറങ്ങി വരണ തോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ടേക്ക് എ ബ്രേക്ക് അങ്ങ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ കഴിക്കണം അല്ലേ ചേച്ചി? യെസ്, നമ്മളെ ഇരിക്കുന്ന സ്ഥലം തന്നെ നമ്മളെ ടേക്ക് എ ബ്രേക്ക്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. തോരൻ, അവിയൽ, ഇത്തിരി എന്തരാ ഒരു ഐറ്റം, അച്ചാറ്, പിന്നെ സലാഡ്, 3 കൂട്ടൻ ഒഴിച്ചുകറി, രസവും സാമ്പാറും പരിപ്പുമാണ് കേട്ടോ. അതാണ്ട് രസവും സാമ്പാറും പരിപ്പും. ഇതാണ് നമ്മൾ ഇന്നത്തെ ആഹാരം. ഇപ്പോൾ കഴിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടാ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു. മീനുക്കുട്ടി ഇവിടെ ഇരുന്ന് കഴിക്കണേ. മീനുട്ടി കഴിക്കണേ. ഇതാ നോക്കിയേ മീനുട്ടി, എങ്ങനെയുണ്ട് ചോറ്? പരിപ്പും ചോറുമാണ്. അപ്പൊ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം നമുക്ക് ഇഷ്ടപ്പെട്ടു. കറികളെല്ലാം കൊള്ളായിരുന്നു. അവിയലുണ്ടായിരുന്നു. 70 രൂപ അല്ലേ? 70 രൂപ. പക്ഷേ കൊള്ളാം, അടിപൊളി. അതെ, സൂപ്പർ. അപ്പൊ നമുക്കിനി നമ്മുടെ യാത്ര തുടരാം. അങ്ങനെ നേരെ നമ്മുടെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെയും നമ്മുടെ യാത്ര തുറന്നു കേട്ടോ. കൂട്ടുകാരെ, അപ്പം നമ്മുടെ ആര്യനാടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ ആര്യനാട് പോയ യാത്രാ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ ബാബച്ചി? അതെ. അപ്പം നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ അവിടെ വെച്ച് ഈ വീഡിയോ അങ്ങ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ നമ്മുടെ വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണം. വീഡിയോ നമ്മളിപ്പോഴും ട്രാവൽ വീഡിയോ വളരെ കുറവായിട്ടാണ് ഇടുന്നതെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അടുത്തടുത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലേ. കുഞ്ഞു വീഡിയോസാണ് നമ്മളെ വീഡിയോസ്. നമ്മൾ കുഞ്ഞു ട്രാവൽ വീഡിയോസാണ്. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.